മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ ലോപ്പസിന്റെയും മാർക്കോയുടെയും സാഗറുടെയും ഒപ്പം കെട്ടൊക്കെ നിറച്ച് മലയിലേക്ക് പോകുന്ന ദിവസമാണ്. എന്തായാലും ദുർഗയുടെ അനുഗ്രഹമൊക്കെ തന്നെ വാങ്ങുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ വാമദേവനോടൊക്കെ പറയുകയാണ്, ഇന്നത്തോടു കൂടിയിട്ട് അവന്റെ അവസാനമാണ്. അവൻ ഒരിക്കലും മല കയറി അയ്യപ്പസ്വാമിയെ ദർശിക്കാനായിട്ട് കഴിയില്ല. അതിനു വേണ്ട ആളുകളെയൊക്കെ തന്നെ ഞാൻ വിട്ടിട്ടുണ്ട്. അവനെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിശ്ചലം ആയിട്ടുള്ള ശരീരമായിട്ടായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ കേട്ട് വാമദേവനാണെങ്കിൽ സീമന്തിനിയോടും സ്വാതിയോടും പറയുന്നുണ്ട് അവ കളിക്കുന്നത് അയ്യപ്പസ്വാമിയോടാണെന്ന്. പിന്നീട് മേഘനാഥനെ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കെട്ടുനിറച്ച് ആ ഗുരുസ്വാമിയുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മലയിലേക്ക് പുറപ്പെടുന്നത്. എന്തായാലും മുത്തശ്ശി പ്രതാപനും ആവട്ടെ പതിവ് പോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മി നശിച്ചു പോണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയം പൂജാരി പറയുന്നുണ്ട്, അയ്യപ്പസ്വാമിക്ക് എല്ലാവരുടെയും മനസ്സ് കാണാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ദുഷ്ടതകളൊന്നും തന്നെ സ്വാമിയോട് പറയരുത്. അതൊരിക്കലും നടക്കില്ല. മാത്രമല്ല അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി കിട്ടുമെന്നൊക്കെ പറയണം. പിന്നീട് എല്ലാ കെട്ടുനിറയും മറ്റും കഴിഞ്ഞതിന് ശേഷം മഹിയോട് കണ്ണൻ യാത്ര പറയുന്നുണ്ട്. മഹിയാണെങ്കിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എരുമേലി വഴി ഒരിക്കലും പോവരുത്, അത് ആപത്താണെന്നൊക്കെ. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നുണ്ട്, താൻ ഉറപ്പായും അതുവഴി തന്നെ പോവുള്ളൂ. പിന്നെ എനിക്ക് പേടിക്കാനല്ലല്ലോ, എന്റെ കൂടെ പുലിക്കുട്ടികളായിട്ട് ഈ മാർക്കോയും ലോപ്പസും സാഗറൊക്കെ തന്നെ ഇല്ലെന്ന്. അങ്ങനെ മഞ്ജുവും മഹാലക്ഷ്മി സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ സമയം ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവന്റെ അവസാനത്തെ പോക്കാണ്, നീ കണ്ണ് നിറച്ച് കണ്ടോടി, ഇവൻ ഇനി തിരിച്ചു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടൊക്കെ ആയിരിക്കുമെന്ന്. എന്തായാലും അവരാരും മനസ്സിലാക്കുന്നില്ല അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് കണ്ണൻ പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടേ വരുള്ളൂ എന്ന്. അങ്ങനെ യാത്ര പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. ഈ സമയം മഹിയാണെങ്കിൽ കരയുകയാണ്. പിന്നീട് മഹിയാണെങ്കിൽ ഓടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് റൂമിലിരുന്ന് പൊട്ടി കരയുകയാണ്. ഈ സമയം മഞ്ജു വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ എടുത്തി, ഏട്ടൻ പോയിരിക്കുന്നത് ശബരിമലയിലേക്കല്ലേ, അയ്യപ്പസ്വാമിയെ കണ്ടിട്ട് വരട്ടെ. അല്ല മഞ്ജു, നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ആ മേഘനാഥനും നിന്റെ അമ്മയും എല്ലാവരും ചേർന്ന് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. എന്റെ കണ്ണേട്ടന് ഒരാപത്തില്ലാതെ തിരിച്ചു വരുമോ എന്ന് തന്നെ എനിക്കിപ്പോ പേടിയാകുന്നു. കണ്ണേട്ടനാണെങ്കിൽ എരുമേലി വഴി തന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോവുള്ളൂ എന്ന് പറയുകയാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനെ മല കയറാനായിട്ട് പോകുന്നത്. എന്തായാലും ഒരാപത്തും കൂടാതെ തിരിച്ചെത്തണമെന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ മാർക്കോ സാഗറേട്ടനും ലോപ്പസൊക്കെ എന്തിനാ കൂടെ പോയിരിക്കുന്നത്? ദേ നോക്ക്, അവരൊക്കെ ഉള്ളിടത്തോളം കാലം പേടിക്കുക വേണ്ട, ഉറപ്പായിട്ടും കണ്ണേട്ടനെ സംരക്ഷിച്ചിരിക്കും, ഏട്ടത്തി പേടിക്കാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും മഹിയാണെങ്കിൽ ആ ഗുരുസ്വാമി പറഞ്ഞ കാര്യങ്ങളാണ് ഓർക്കുന്നത്. അതായത് ഇപ്രാവശ്യത്തെ മലകയറ്റം കുറച്ച് കഠിനമായിരിക്കുമെന്നും അടുത്ത പ്രാവശ്യം മുതൽ കുഴപ്പമില്ല എന്നൊക്കെ. എന്തായാലും മഞ്ജു ആണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മഞ്ജു ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ നേരം ദുർഗ പറയുകയാണ്, എന്തിനടി അവൾ ഇങ്ങനെ പൂങ്കണ്ണീര് വിടുന്നത്? അത് അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം മനസ്സിൽ കുറച്ച് സ്നേഹവും കരുണയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഓ, അപ്പൊ പിന്നെ ഞങ്ങൾക്കൊന്നും അതില്ല എന്നാണോ? എന്താ സംശയം? ഇല്ലെന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയല്ലേ. പിന്നെ എല്ലാവരും ചേർന്ന് ഏടത്തിയെ കൊന്നു തിന്നാൻ നിൽക്കണ്ട. എന്തായാലും ഏട്ടൻ വരുന്നത് വരെ ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ. എല്ലാം ചേർന്ന് അതിനെന്തെങ്കിലും ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നു. ഈ സമയം ദുർഗയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ മഞ്ജുവിനെ നോക്കുന്നുണ്ട്. അതെന്താടി അങ്ങനെ പറഞ്ഞു? അല്ല, നിങ്ങളൊക്കെ മറ്റുള്ളവരെ കൊല്ലാനും തല്ലാനും നശിച്ചു പോകണം എന്നൊക്കെ പ്രാർത്ഥിക്കാനും നടക്കുന്ന കൂട്ടത്തിൽ പെട്ടവരാണ്, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, നീയും ഞങ്ങളെ അങ്ങനെയാണല്ലേ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ പിന്നെ കുറെ കാലം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഈ സമയം മഞ്ജു അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടകളെയും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കണ്ണനോടൊപ്പം പറഞ്ഞു വിടുകയാണ്. കണ്ണനോടൊപ്പം തന്നെ അവന് പുറകെ തന്നെ ആ ഗുണ്ടകളും. പിന്നീട് മല കയറാനായിട്ട് എരുമേലി വഴി തന്നെയാണ് ഈ 4 പേരും പോകുന്നത്. കണ്ണന് കൂട്ടായിട്ടും അവനെ താങ്ങാനായിട്ടും മാർക്കോയും ലോപ്പസും സാഗറും ഏത് സമയവും റെഡി ആയിട്ടാണ്. അങ്ങനെ ആ ഗുണ്ടകളാണെങ്കിൽ അവിടെ എത്തുമ്പോൾ പരസ്പരം പറയുന്നുണ്ട്, വീൽ ചെയറിലുള്ള ആ ഒരുത്തിനെ തീർക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവനങ്ങ് ക്ലോസ് ചെയ്ത് സന്നിധാനത്തിൽ ചെന്ന് അയ്യപ്പസ്വാമിയെയും കണ്ട് തിരിച്ചു പോകാമെന്നൊക്കെ. അങ്ങനെ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് കണ്ണനോടൊപ്പം തന്നെ അവരും വരുന്നത്. എന്തായാലും അവർക്ക് മനസ്സിലാവുന്നില്ല കണ്ണന്റെ രോമത്തിൽ പോലും തൊടാൻ മാർക്കോ സമ്മതിക്കില്ല എന്ന്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. മേഘനാഥൻ പറയുകയാണ്, ഇന്നത്തോടു കൂടിയിട്ട് എല്ലാം അവസാനിക്കാൻ പോവുകയാണ്, അവൻ ക്ലോസ് ആവുന്നു.
എൻ്റെ ആളുകൾ അവനോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കെന്തോ അതൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. എപ്പോഴും നമുക്ക് മാത്രമേ തിരിച്ചടി കിട്ടുന്നുള്ളൂ. മാത്രമല്ല അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ ചെന്നിരിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെയൊക്കെ സ്വന്തം ആളല്ലേ. ഇതൊക്കെ കേട്ട് മേഘനാഥൻ പറയുകയാണ്, ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എൻ്റെ അച്ഛൻ അവിടെ ഇരുന്ന് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ആ 3 പേരും അവനെ ഇല്ലാതാക്കിയിരിക്കും. മാർക്കോ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ മാർക്കോയെയും തട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല. ഇതേപോലെ തന്നെയാണ് പ്രതാപനും മുത്തശ്ശിയും ചിന്തിക്കുന്നത്. അവർക്കും ആകെ കൺഫ്യൂഷനാണ്. അതായത് കണ്ണനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാർക്കോയെ മറികടന്നിട്ട്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ അന്ന് രാത്രി കിടക്കാനായിട്ട് കണ്ണടയ്ക്കുമ്പോൾ പോലും കണ്ണന്റെ മുഖമാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. മാത്രമല്ല കണ്ണനെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയും കണ്ണൻ നിലവിളിക്കുന്നത് പോലെയൊക്കെയാണ് അവൾക്ക് സ്വപ്നത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മഹിയാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവൾ സ്വയം പറയുന്നുണ്ട്, ഈശ്വര, എത്ര പറഞ്ഞിട്ടും കണ്ണേട്ടൻ കേട്ടില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ താൻ എന്താ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്.